അറിയില്ലല്ലോ. എന്താ ഇത്ര താമസം? ഗ്യാസ് തീർന്നു. ഇതും തീർന്നു. മലയാളികളുടെ ചായപ്രിയം കഴിഞ്ഞു. ഗ്യാസ് തീർന്ന കാര്യം നീ ഇന്നലെ പറയാത്തെന്ത്? അതിന് നിങ്ങൾ നേരെ നിന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കാല് നിലത്ത് നിൽക്കണ്ടേ. പട്ടാളത്തിലായിരുന്നപ്പോൾ ഇത്ര കുഴപ്പമില്ലായിരുന്നു. ഈ വളയം പിടിക്കുമ്പോഴുള്ള ഹോണടി അത്ര ശരിയല്ല. നീ ചെന്നാ വിറകടുപ്പ് കത്തിച്ച് ചായടാൻ നോക്കടി. വിറകടുപ്പിൽ പൂച്ച പെറ്റി കിടക്കുന്നു. വിറകടുപ്പിൽ പൂച്ച പെറ്റ് കിടന്നാലും പുലി പെറ്റ് കിടന്നാലും വിറകടുപ്പ് അവിടെ തന്നെ കാണും. നീ ചെന്നാ മതി. എനിക്ക് അടുപ്പ് കത്തിക്കാൻ അറിയില്ലല്ലോ. പണ്ട് 10 പൈസ കൊടുത്തൊരു തീപ്പെട്ടി വാങ്ങിക്കാൻ കഴിവില്ലാത്ത നിന്റെ കുടുംബക്കാര് അയൽവക്കത്തെ വീട്ടിൽ നിന്നൊരു തീക്കൊള്ളി കൊണ്ടുവന്ന് ഊതി ഊതി കത്തിച്ചാണ് നിന്നെയൊക്കെ വളർത്തി വിട്ടത്. ആ നിനക്ക് ഇവിടെ കെട്ടിക്കേറി വന്നപ്പോ അടുപ്പ് കത്തിക്കാൻ അറിഞ്ഞൂടാ. കൊള്ളാം. പുറത്തൊന്നും ആരും അറിയരുത്. എഴിച്ചു പോയി കത്തിച്ച് വല്ലതും ഉണ്ടാക്കാൻ നോക്കടി. തീ കത്തിക്കാൻ വിറകില്ലല്ലോ. വിറകും വരും, എല്ലാം വരും. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തി തരാം. മണിയനെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ ഇപ്പൊ വരാം. വിറകടുപ്പ് കണ്ടുപിടിച്ചവനെ വെടിവെച്ച് കൊല്ലണം. ഒരാഴ്ച വീട്ടിലെങ്ങാനും പോയി നിൽക്കണം. എന്തോന്ന് കള്ളം പറയും. ആ, എന്തെങ്കിലും വഴി കാണും. എന്തോന്നിത് കൊറേ പൂച്ചകളെ ഉണ്ടാക്കിട്ടെ. ആദ്യം പൂച്ചകളെ വാരിക്കളാടി. ആഹാ, ഇതൊക്കെ ഇനി ആര് എന്ത് വൃത്തിയാക്കും? മനോഹരമായ അടുപ്പ്. എടി, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ അടുപ്പിലുണ്ടാക്കിയ ആഹാരം എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാമോ? അതൊക്കെ പറയാൻ അങ്ങോട്ട് മാറ്റ്. നിങ്ങളൊക്കെ ഇപ്പൊ അമ്മിയിൽ വല്ലതും അരയ്ക്കോ? എല്ലാം മിക്സിയിലല്ലേ ഇട്ടുണ്ടാക്കണത്. ഇനി നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അതിനും വേണോടൊരു ഭാഗ്യം. ഇതൊക്കെ തിരിച്ചു കിട്ടിയതാണ് ഭാഗ്യം. അങ്ങോട്ട് പോയി, അങ്ങോട്ടേ. എന്ത് മനോഹരമായ അടുപ്പ്. ഇതൊന്നും വൃത്തിയാക്കി എടുത്താട്ടല്ലോ, സൂപ്പറായിരിക്കും. പൂച്ചക്കാട്ടമാണെന്ന് തോന്നുന്നു. പൂച്ചക്കാട്ടൊന്നുമല്ല, നനഞ്ഞു കിടക്കണത്. പാരിമാറ്റ്. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെന്താ? നമുക്കൊരാഴ്ച അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം. എടി, യഥാർത്ഥത്തിൽ ഈ അടുപ്പിലുണ്ടാക്കിയ ആഹാരം നീ കഴിച്ചിട്ടുണ്ടോ? എന്നാ ഇന്നൊന്ന് കഴിച്ചു നോക്കാം. അങ്ങോട്ട് നിൽക്കേ. വീടിന് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വിറകടുപ്പാണ്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് നീ ആദ്യം വൃത്തിയാക്കും. ബാക്കിയെല്ലാം ഞാൻ ഇപ്പം ക്ലിയർ ചെയ്ത് തരാം. ആ മണിയൻ വിറകുമായിട്ട് വന്നെന്നാണ് തോന്നണം കേട്ടാ. ആ, വന്നു. ആ, വന്നു. എന്ന് തീരുവോ എന്തോ ഈ ഗതി. ഇതൊക്കെ ഇനി എന്ന് റെഡിയാവോ എന്തോ. കുറച്ച് ദിവസം അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം. അല്ലെങ്കിൽ സ്വാമിയെ കൊണ്ടൊരു പൂജ ചെയ്യിപ്പിച്ചാലോ? ഗ്യാസ് എത്രയും പെട്ടെന്ന് കിട്ടുമോയെന്നറിയാം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, അല്ലാതെ ശരിയാവൂല. ആ, മണി അകത്തോട്ട് കയറി വാ. വാ.
വല്ല അങ്ങോട്ട്. ആ മണിയാ, അങ്ങോട്ട് മാറ്റി. എത്രയായി? ഹോ, എന്തോന്നൊരു സ്വർണ്ണോ. ആ ആ ആ ഹോ, സ്വർണത്തിനേക്കാളും വിലയാണല്ലോ വിറകിന്. ഇതാ അടുക്കളയെ കൊണ്ടിടാൻ പറ. അങ്ങോട്ട് പോ, അങ്ങോട്ട്. ആ പോട്ടെ. ആ അങ്ങോട്ട് പോ. മണിയാ, ഈ വിറകെല്ലാം പറക്കി അകത്തോട്ട് പോയി. ഞാൻ ഇപ്പോൾ വരാം. ആ ആ ആ കൊള്ളാം. എന്തോന്നടി കാണിച്ചു വെച്ചേക്കണ? തീ കത്തിക്കണ ചേട്ടാ. ഇങ്ങനെയാണോ തീ കത്തിക്കണത്? നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ നിന്നെ തീ കത്തിക്കാൻ പഠിപ്പിക്കണ? എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് എന്തോന്നടി ഇത്? അങ്ങോട്ട് മാറങ്ങോട്ടെ. ലോകത്തിടുന്ന വിറവെല്ലാം വാരി അടുപ്പിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണത്. നിന്നെയൊക്കെ ഇപ്പൊ തന്നെ വീട്ടിലെത്തിക്കേണ്ടതാണ് കേട്ടാ. ഇനി ഇത് സ്ഥിരം ആയിക്കോളും. അതേ നടക്കുള്ളൂ. അടുപ്പ് കത്തിക്കണ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. ഇതാ ഇങ്ങനെ പാത്രം എടുത്ത് ആദ്യം വെക്കണം. വെച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആദ്യം ചിരട്ട എടുക്കുക, കുറച്ച് ചാമ്പൽ അതിൽ വാരിയിടുക, 2 തുള്ളി മണ്ണെണ്ണ അതിലോട്ട് തൂവിക്കൊടുക്കുക. ഇത് 2 മാസത്തേക്കുള്ളതാണ്. എടുത്തൊഴിച്ച് തീർത്ത് കളയല്ലേ കേട്ടാ. വളരെ കുറച്ച് ഉപയോഗിക്കുക കേട്ടാ. ഇതെടുത്ത് പതുക്കെ അങ്ങോട്ട് അകത്തോട്ട് വയ്ക്കുക. ഇതെടുത്ത് ഓടിക്കണം, നേരെ അങ്ങോട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പം അത് കത്തിക്കോളും. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നില്ല, അത് ഊതണമെങ്കിൽ എന്നാ ഊത്. ഇതുപോലെ ഊതി കത്തി. ആ കുറച്ച് പുകയൊക്കെ വരും. ധൈര്യമായിട്ട് ഊത്. ഞാൻ ഇപ്പൊ വരാം. എടാ, വെറുതെ ഒന്ന് ഊതി കൊടുക്കാൻ പറഞ്ഞാൽ നീ ഇത്രയും നേരം ഊതിക്കൊണ്ടുവന്ന അത് കത്തയല്ലേ? അത് എന്തോന്നടി ഇത്? നമ്മളെയൊക്കെ കൊണ്ട് എടാ ശിവാടാ, ആ 108 ആംബുലൻസിന് വിളി. പെട്ടെന്ന് വിളി, 108 വിളി. പറയൂ, എന്താണ് പ്രശ്നം? കുടുംബത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് ഗ്യാസ് ലാസ്റ്റ് ചെയ്യുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും കാശൊന്നും നിലനിൽക്കുന്നില്ല. ഞാൻ കാണുന്നു, വരവിനേക്കാൾ കൂടുതൽ ചിലവല്ലേ? അതിനൊരു വഴിയുണ്ട്. വീട്ടിൽ അടുക്കള സ്ഥിതി ചെയ്യുന്നത് കന്നിമൂലയിൽ നിന്ന് മാറിയാണോ? അതെ അതെ അതെ. ഗ്യാസ് തീരെ നിൽക്കുന്നില്ല അല്ലേ? അതെ, അത് നിൽക്കുന്നില്ല. വീട്ടിൽ എത്ര പേരുണ്ട്? എന്നെപ്പോലെ 8 പേരുണ്ടല്ലേ? ചുമ്മാതല്ല, കട്ട് ചെയ്ത് തികയുന്നുള്ളൂ. ഗ്യാസ് 6 മാസം നിൽക്കാനുള്ള ഒരു പൂജ ഞാൻ ചെയ്തു തരാം. ശരി സ്വാമി. ചിലവിത്തിരി കൂടുതലാണ്. ആയിക്കോട്ടെ. ഇത് ഗ്യാസ് കുറ്റിയിൽ അങ്ങോട്ട് കെട്ടുക. നന്നാവട്ടെ. ശരി ശരി സ്വാമി, ശരി.